ദൈവത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നവർ, ഏറ്റവും വലിയ ദൈവനിന്ന ദൈവത്തിന്റെ പേരിൽ, അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ ആൾക്കാരുടെ മരണത്തിലേക്കും കലാപത്തിലേക്കും എന്ത് നയിക്കുന്നു? അതാണ് ഏറ്റവും വലിയ ദൈവനിന്ന, അതാണ് ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധത, അതാണ് ഏറ്റവും വലിയ മത ആത്മീയ വിരുദ്ധതയും ദൈവവിരുദ്ധതയും. നമസ്കാരം. ഉത്തർപ്രദേശിലെ സംബാലില് ഷാഹി ജമാ മസ്ജിദിൽ സർവേ നടത്താൻ വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വയലൻസിനെ കുറിച്ചും ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതിന്റെ തുടക്കം മാത്രമാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇദ്ദേഹം ഇവിടെ ഈ പറയുന്ന കാര്യം 100% സത്യമാണ്. യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസി, ഭക്തൻ ഒരു കാരണവശാലും മറ്റുള്ള വിശ്വാസികളെയോ മനുഷ്യരെയോ അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് ദ്രോഹിക്കാൻ ശ്രമിക്കില്ല. അവർ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയല്ല, ഭക്തനല്ല, ഒരു കാരണവശാലും ശ്രമിക്കില്ല. ഇപ്പൊ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊന്നും തന്നെ വിശ്വാസികളല്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. അവര് മതഭ്രാന്തന്മാരാണ്. അവരുടെ ലക്ഷ്യം മറ്റു പലതുമാണ്. ഒരിക്കലും നമ്മുടെ നാടിന്റെ ഉന്നമനമോ മതത്തിന്റെ ഉന്നമനമോ ഹിന്ദുക്കളുടെ ഉന്നമനമോ ഒന്നുമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുക, വിഭജനം ഉണ്ടാക്കുക, അവരെ തമ്മിൽ പരസ്പരം തല്ലിക്കുക, ലഹളയുണ്ടാക്കുക, എന്നിട്ട് ഈ നാടിന്റെ സമാധാനം മൊത്തത്തിൽ തകർത്തിട്ട് അങ്ങനെ സമാധാനം തകരുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം നടപ്പാക്കുക. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നാട് സ്വന്തമാക്കി അങ്ങ് എടുക്കണം. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ആ ഷാഹി ജമാ മസ്ജിദ് പണ്ടെങ്ങോ ഒരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രം പൊളിച്ചിട്ടാണ് മുഗൾ രാജാവായിട്ടുള്ള ബാബർ ആ ഒരു മോസ്ക് പണിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മോസ്ക് തകർത്തിട്ട് അവിടെ ക്ഷേത്രം പണിയണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിച്ചേക്കുന്നത്. അതിനെ തുടർന്നാണ് സർവേക്ക് കോടതി ഉത്തരവിട്ടത്. ശരിക്കും അവിടെ സർവേ നടത്തേണ്ട പോലും ആവശ്യമില്ല. ഒരു 700 വർഷങ്ങളായിട്ട് നിലനിന്നു പോകുന്ന ഒരു മോസ്ക് അത് അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. പണ്ടെങ്ങാണ്ട് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഉണ്ടായിക്കോട്ടെ. ഇനി അവിടെ വെട്ടിപ്പിടിച്ച് ഒരു അമ്പലം പണിയേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ അമ്പലം പണിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഈ ദൈവങ്ങളും മതങ്ങളും ഒക്കെ തന്നെ മനുഷ്യരോട് പറയുന്നത് മനുഷ്യരായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മതങ്ങളുടെ പേരിലും വിശ്വാസങ്ങളുടെ പേരിലും മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ വേണ്ടിയിട്ടല്ല ഈ മതങ്ങൾ പറയുന്നത്. വെട്ടിപ്പിടിച്ച് തകർത്തെറിഞ്ഞ് സ്വന്തമാക്കുന്നതിലല്ല കാര്യം, വിട്ടുകൊടുക്കുന്നതിലാണ് കാര്യം. അതാണ് മനുഷ്യത്വം. എന്നാൽ അതേ ദൈവത്തിന്റെ പേരിൽ എല്ലാവരും വെട്ടിപ്പിടിക്കാൻ വേണ്ടി പോവാണ്. മനുഷ്യരെ തമ്മിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, സമാധാനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാരുടെ ലക്ഷ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവരെ ഒന്നും ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. ഇവിടെ തന്നെ എടുത്തു നോക്കുക, സംബാലിലെ കാര്യം തന്നെ എടുത്തു നോക്കുക. അവിടെ സമാധാനമായിട്ടായിരുന്നു മുന്നോട്ട് പോകുന്നത്. വിശ്വാസികൾ അവരുടെ കാര്യം നോക്കി പോകുന്നു. അവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അവരൊക്കെ തന്നെ അവരുടെ വിശ്വാസങ്ങൾ നോക്കി പോകുന്നു, ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നു. ഇപ്പൊ എന്താണ് ഉണ്ടായത്? യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. അടിയന്തരാവസ്ഥ പോലെ ആയിട്ടുണ്ട് അവിടെ കാര്യങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാണ്, വയലൻസ് ആണ്, പോലീസുകാരാണ്, മൊത്തം പെട്രോളിംഗ് ആണ്. അവിടുത്തെ ഇന്റർനെറ്റ് ഒക്കെ വിച്ഛേദിച്ചേക്കുകയാണ്. ആ ഒരു സാഹചര്യം എത്തി. എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യത്തിനാണോ? ഒരു ഉപകാരമുള്ള കാര്യത്തിനല്ല. അവിടെ പള്ളിയില് മതവിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയാണ്. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. അവിടെ പോയി സർവേ നടത്തി ഒരു പ്രശ്നമുണ്ടാക്കി അത് പൊളിച്ച് അവിടെ ഒരു അമ്പലം പണിഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്കെങ്കിലും നേട്ടമുണ്ടോ? ആർക്കും നേട്ടമില്ല. നമ്മൾ മുഴുവനായിട്ട് കാര്യങ്ങളെ നോക്കി കാണണം, ലോജിക്കലി കാര്യങ്ങളെ നോക്കി കാണണം. അവിടുത്തെ മുസ്ലിം മതവിശ്വാസികളുടെ ഉള്ളിൽ ഒരു വിള്ളൽ വീഴും, ഒരു വേദന ഉണ്ടാക്കും. അവരുടെ വേദനയ്ക്ക് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മൾ അവിടെ അമ്പലം പണിയാൻ പോകുന്നത്. അത് ശരിയാണോ? ഏത് ദൈവമാണ് അത് അംഗീകരിക്കുന്നത്? ഏത് ദൈവത്തിന്റെ പേരിലാണ്? ഏത് ദൈവത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്? കുറെ ഹിന്ദുക്കൾ ഇപ്പൊ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് ദൈവങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിട്ടുള്ള ദൈവത്തിന് നമ്മുടെ രക്ഷ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. മനുഷ്യരെ മനുഷ്യരാക്കി നിലനിർത്താനാണ് മതങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. ഇപ്പൊ അതേ മതത്തിന്റെ പേരില് മനുഷ്യരല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൽക്കി അവതാരം അവിടെ ജനിക്കാൻ പോകുന്നത് ചുമ്മാതാണ്. ഇതൊക്കെ ചുമ്മാതാണ്, എല്ലാം പൊട്ടത്തരമാണ്. ഐതിഹ്യം അറിഞ്ഞിട്ടോ ഹിസ്റ്ററി അറിഞ്ഞിട്ടോ ഒന്നുമല്ല ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സംബാലിലുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മനസ്സിലൊരു വ്രണം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഭീതിയുണ്ട്. അവരുടെ ആ വിശ്വാസം എല്ലാം തകരും, അവരുടെ മതം ഇല്ലാതെയാക്കും എന്നുള്ളൊരു ഭീതി അവരുടെ ഇടയിലുണ്ട്. ഇതിനു മുമ്പ് അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമയോട് കൂടിയിട്ടാണ് കഴിഞ്ഞത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. നാളെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് വലിയൊരു വയലൻസ് ആകും, മതലഹളയാകും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും.
അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തമ്മിൽ തല്ലി കഴിയുമ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും മോശക്കാരാണ്, അവർ ഈ നാടിന് ആപത്താണ്, അവരെയും കൊണ്ട് നമുക്ക് ദ്രോഹം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് വരുത്തി തീർത്ത് ഈ നാട് മുഴുവനായിട്ട് അങ്ങ് സ്വന്തമാക്കണം. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ നാട്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെന്നുണ്ടെങ്കിൽ, അല്ലാതെ ബ്ലൈൻഡായിട്ട് ഇവരെയൊക്കെ ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കായിരിക്കും ഭാവിയിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോടൊരു കഥ പറയും. ഒരു ചെറിയ കഥയാണ്. ഒരു രാജകുമാരനുണ്ടായിരുന്നു. ഈ രാജകുമാരൻ എന്ന് പറയുമ്പോൾ ആ രാജകുമാരൻ്റെ അച്ഛൻ കൊടുത്തൊരു വാക്കിൻ്റെ പേരിൽ അദ്ദേഹം സുഖസൗകര്യങ്ങളും രാജ്യവും എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ഭാര്യയുടെ കൂടെ 14 വർഷം വനത്തിൽ പോയി, വനവാസത്തിന്. അതിനുശേഷം അവിടുന്ന് അദ്ദേഹം തിരിച്ചു വന്നു. പിന്നീട് ആ രാജ്യത്തിൻ്റെ രാജാവായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനങ്ങളായിരുന്നു. ഒന്നാമതായിട്ട് അദ്ദേഹം ജനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാനും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉത്തമനായിട്ടുള്ളൊരു രാജാവായി. സ്വന്തം ഭാര്യയെ വനത്തിൽ ഉപേക്ഷിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു രാജാവ്, അദ്ദേഹം ഒരു ദൈവമാണ് എന്ന് വിചാരിക്കാം. ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആയിക്കോട്ടെ, ദൈവമായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു രാജാവ് സ്വന്തം പ്രജകൾ കഷ്ടപ്പെടുമ്പോൾ, അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെട്ടു ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണിമാളിക പോലെയുള്ളൊരു കൊട്ടാരം ആഗ്രഹിക്കുമോ? നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ആ രാജാവ്, ഞാൻ പഠിച്ചിട്ടുള്ള ആ ഒരു രാജകുമാരൻ, ആ ഒരു ദൈവം അങ്ങനെ ഒരു കാരണവശാലും മണിമാളിക പോലെ ഒരു കൊട്ടാരം ആഗ്രഹിക്കില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമമായിരിക്കും. ജനങ്ങൾക്ക് നല്ലത് വരണം, സ്വന്തം പ്രജകൾ എല്ലാവിധ സമൃദ്ധിയോടുകൂടിയും ജീവിക്കണം എന്നായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മണിമാളിക പോലെ ഒരു കൊട്ടാരം ഉണ്ടാക്കി, ഒരു ടെമ്പിൾ ഉണ്ടാക്കി. എന്ത് നേടി? അവിടെയുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഉന്നമനത്തിലെത്തിയോ? സുഖസൗകര്യങ്ങൾ നേടിയോ? സമൃദ്ധി ഉണ്ടായോ? ഒരു വിഭാഗത്തിൻ്റെ മനസ്സിൽ മുറിവേറ്റു എന്നല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത് യൂണിറ്റിയോടുകൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യ ആയിരിക്കില്ല. പരസ്പരം തമ്മിത്തല്ലുന്ന മതവിശ്വാസികൾ മതത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലുന്ന ഒരു ഇന്ത്യ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ലോജിക്കലി ചിന്തിക്കുക. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നാട്ടുകാർക്ക് ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്നുണ്ടോ? നേട്ടമില്ല, പകരം കോട്ടം മാത്രമേ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അതങ്ങ് ഉപേക്ഷിക്കുക. എന്തിനാണ് വെട്ടിപ്പിടിക്കുന്നത്? എന്തിനാണ് തകർത്തെറിയുന്നത്? ഇപ്പം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതെല്ലാം അതേപോലെ തന്നെ നിലനിൽക്കട്ടെ. അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, ചർച്ചസ് ആയിക്കോട്ടെ, എല്ലാം അതേപോലെ തന്നെ നിന്നോട്ടെ. വിശ്വാസങ്ങളെല്ലാം അതേപോലെ തന്നെ ആൾക്കാർ ഫോളോ ചെയ്തു പോകട്ടെ. നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് പോവുക, അവരവരുടെ വിശ്വാസങ്ങളുമായിട്ട് പോവുക, എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുക ഈ നാടിൻ്റെ യൂണിറ്റിക്ക് വേണ്ടി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാരും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും. ഒരുപാട് ആൾക്കാർ എന്നോട് തന്നെ വന്ന് ചോദിക്കാറുണ്ട്, നീ എന്തിനാ ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? ഇതിനകത്ത് വലിയ ജ്ഞാനമോ അറിവോ ഒന്നും വേണ്ട. ഇതൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബോധം മാത്രം മതി. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അത്രയും മതി. ചെറിയൊരു വിവരം മാത്രം മതി. നമ്മുടെ നാടിനോടുള്ള സ്നേഹം മാത്രം മതി. വേറെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നമ്മൾ അറിയണ്ട. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ പോരെ. ആ രാജ്യത്തെ തകർക്കാൻ ഇവർ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം, ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം.